ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അത്ര മെച്ചപ്പെട്ട രീതിയിൽ അല്ല എന്നാണ് ആശുപത്രിയുമായി അടുത്ത ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും കാലം ഒരുപക്ഷെ കേരളത്തിൽ ജനമനസ്സുകളിൽ ജീവിക്കുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വല്ലാത്ത വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നമുക്കാദ്യം ഒരുപക്ഷെ നമുക്കൊരു പേടിപ്പെടുന്നൊരു ദൃശ്യം ആദ്യം കാണിച്ചിരാം. പാലക്കാട് ചെറാട് പുലി ഇറങ്ങിയതിൻ്റെ ദൃശ്യങ്ങൾ 24 കിട്ടി. ഇന്നലെ അർദ്ധരാത്രിയാണ് ജനവാസ മേഖലയിലേക്ക് പുലി ഇറങ്ങി വന്നത്. വീട്ടുവളപ്പിലേക്ക് മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതി വേലിയിൽ തട്ടി ഷോക്കേറ്റ് പുലി തിരികെ പോയി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയ ദൃശ്യങ്ങൾ പരിശോധിച്ചു. 24 ബ്രേക്കിംഗ്. ആദ്യം നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഈ പുലിയെ വ്യക്തമായിട്ട് നമുക്ക് ഇരുട്ടുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. അവിടെ എന്തോ ഒരു സംഭവം നിൽക്കുന്നു എന്ന് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN ഇത് പുലിയാണ് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പുലി ഇതിന് 2 വർഷം മുമ്പ് സമാനമായ രീതിയിൽ ചെറാട് ഇല്ലം ഹെറിറ്റേജ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ ഈ റിട്ടയർഡ് ട്രഷറി ഉദ്യോഗസ്ഥനാണ്, വയനാട് റിട്ടയർഡ് ട്രഷറി ഉദ്യോഗസ്ഥൻ, ജില്ലാ ട്രഷറി ഓഫീസറൊക്കെയായി വിരമിച്ച രവി പിഷാരടിയുടെ വീട്ടിലേക്കാണ് ചാടി കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് ആനയൊക്കെ ഇറങ്ങുന്ന പ്രദേശമായതിനാൽ ഇത്തരത്തിൽ വൈദ്യുത വേലിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ വൈദ്യുത വേലി ഈ നായ്ക്കളുടെ കുരകേട്ട് ഇവിടേക്ക് ചാടിക്കടക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് പുലി തന്നെയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ എത്തി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടി കയറി ആ വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേൽക്കുന്നു. ഉടൻ തന്നെ തിരികെ മടങ്ങി ആ കാടിന്റെ പ്രദേശത്തേക്ക്, തൊട്ട് പുറകിലെ മേഖലയിൽ വനമാണ്, ആ വനമേഖലയിലേക്ക് തിരികെ മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതൊരു ഇല്ലം ഹെറിറ്റേജ് എന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രദേശത്ത് ഏതാണ്ട് ഒരു 10-60ഓളം വീടുകൾ ആ മേഖലയിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. തീർത്തും ജനവാസ മേഖല തന്നെയാണ്. തൊട്ടപ്പുറത്ത് വനമേഖല ഉണ്ട് താനും. എന്തായാലും ഇത്തരത്തിൽ ഈ നായ്ക്കളെ പിടിക്കാൻ 2 വർഷം മുൻപും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 5ഓളം നായ്ക്കളെ വളർത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സ്മിതയും. ഏതാണ്ട് 5ഓളം നായ്ക്കളെയാണ് അവിടെ വളർത്തുന്നത്. പുറത്ത് കിടക്കുന്ന നായ്ക്കളെ പിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത് എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. 2 വർഷം മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പുലിയെ ശ്രീകുമാരൻ, ഇപ്പോൾ ഈ വീടിന്റെ ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ, പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ രവി പിഷാരടി ടെലിഫോണിൽ ചേരുന്നു. രവി പിഷാരടി, എപ്പോഴാണ് താങ്കൾ ഈ വിവരം അറിയുന്നത്? രാവിലെ ഒരു 4-4:30 മണിയാകുമ്പോൾ ഞങ്ങള് നായയുടെ പുര കെട്ടിട്ട് ഞങ്ങൾ ഇതുപോലെ അതിന്റെ എന്താണ് സംഭവം എന്നുള്ളത് ടോർച്ചൊക്കെ അടിച്ചു നോക്കിയിട്ട് ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അത് അവിടുന്ന് മറഞ്ഞു പോയി കഴിഞ്ഞിരുന്നു. ഞങ്ങള് CCTV ഫുട്ടേജിന്റെ പ്ലേ ബാക്ക് നോക്കുമ്പോഴാണ് ഒരു അനിമൽ അവിടുന്ന് പൊന്തി വന്നു. അവിടെ ഇപ്പം ആനയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ആക്ച്വലി ഈ ഫെൻസിങ് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ഫലത്തിൽ വന്നത് ഈ പുലിയുടെ ആക്രമണം വന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉണ്ടായത് സംഭവം. അപ്പം നിങ്ങൾ 4 മണിക്കാണോ അറിയുന്നത് ഇങ്ങനെ പുലി വന്നു പോയി എന്നുള്ളത്? എന്തോ ഒരു പുലി വന്നു പോയി നിങ്ങൾ അറിയുന്നത് 4 മണിക്കാണ്? അതെ അതെ അതെ. ആ ഒരു സമയത്താണ് അതിന്റെ വരവ്. ആ സമയത്താണ് വെടിയിൽ 2 നായ കിടക്കും. അത് അവിടുന്ന് വേഗം ഉണ്ടാക്കുന്നുണ്ട്. പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞോ? ആണെന്നാണ് ഫോറസ്റ്റുകാർ വന്ന് പരിശോധിച്ചിട്ടൊക്കെ ഫുട്ടേജ് കൊടുത്തിരുന്നു. അവര് വന്ന് പറഞ്ഞത് പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ്. ഈ മേഖലയിൽ എങ്ങനെ നേരത്തെ പുലിയെ പോലുള്ള മൃഗങ്ങൾ വന്നതായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ശല്യം നമുക്ക് 1 വർഷം ഉണ്ടായിരുന്നു. 1.5 വർഷം മുമ്പ് ഞങ്ങളുടെ തന്നെ ഒരു നായ പിടിച്ചു കഴിഞ്ഞപ്പം മൂത്ത മരം ഉണ്ടായിരുന്നു. അയാൾ വെള്ളം മറ്റതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ശ്രദ്ധ മാറുകയും ശ്രദ്ധ മാറുന്ന സമയത്തുണ്ട് അത് അവിടുന്ന് കുതിരി ഓടി രക്ഷപ്പെട്ട്
ബാക്ക് സൈഡിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിനകത്ത് കയറി വരികയും ചെയ്തു. ഓക്കെ, അങ്ങനെയാണ്. അവിടെയുള്ള ആളുകളൊക്കെ വല്ലാത്ത ഭീതിയിലായി കാണുമല്ലേ സംഭവത്തിന് ശേഷം? ആൾക്കാർ ആക്ച്വലി വീടുകൾ 10-28-30 വീടുകളുള്ളൂ. പക്ഷെ റെഗുലർ ആയിട്ട് സ്ഥിര താമസക്കാർ 6-7 വീട്ടുകാരേ ഉള്ളൂ. എന്റെ പ്രധാനമായ പറഞ്ഞാൽ എല്ലാവരും ഒന്ന് അലർട്ട് ആവുക. ഈ ലൊക്കാലിറ്റിയിലുള്ള ഈ ചെറാടുള്ള എല്ലാവരും ഒന്ന് ഉണർന്ന് അറിവോട് ഇരിക്കുക, ബോധവാന്മാരായിരിക്കുക എന്നുള്ളതാണ് എന്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ, താങ്ക് യു രവി പിഷാരടി. എന്തായാലും താങ്കൾ കെയർ എടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരും കെയർ എടുക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്നലെ അർദ്ധരാത്രി ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പാലക്കാട് ചെറാടാണ് പുലി ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ പുലിയൊക്കെ രാത്രി കയറി വീട്ടിലെ വളപ്പിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ ശ്രദ്ധ എല്ലാവരും വയ്ക്കട്ടെ. മറ്റ് വാൽപ്പാറയിൽ പ്രശ്നമുണ്ടാക്കിയ പുലിയുടെ കാര്യമല്ലോ. തമിഴ്നാട് കേരള അതിർത്തിയിലുള്ള വാൽപ്പാറയിൽ നരഭോജി പുലി കൂട്ടിനകത്ത് പെട്ടിരുന്നു. കൂട്ടിനകത്ത് പെട്ട പുലിയെ ടോപ്പ് സ്ലിപ്പ് വനമേഖലയിൽ കൊണ്ടുപോയി തുറന്നു വിട്ടു. ഇന്നലെ രാവിലെയാണ് പുലി കൂട്ടിൽ നിന്ന് വനത്തിലേക്ക് ചാടുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ആഴ്ച 6 വയസ്സുകാരിയെ റോഷ്നി വീട്ടുമുറ്റത്തിരുന്ന് കളിക്കുന്നതിനിടയിൽ ഈ പുലിയാണ് പിടിച്ചുകൊണ്ടുപോയത്. ആ പുലിയാണ് കൂട്ടിൽ അകപ്പെട്ടത്. ആ പുലിയെ ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി തുറന്നു വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാർത്തയിലേക്കാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുന്നുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുതിർന്ന CPM നേതാവ് G സുധാകരൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ പറയും കൂടുതൽ വിവരങ്ങൾ. പറയൂ ഉമേഷ്. VSന്റെ ആരോഗ്യനില അതേ രീതിയിൽ തുടരുകയാണ്. 4 ദിവസം മുൻപാണ് ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടം SUT ആശുപത്രിയിലേക്ക് VSനെ എത്തിക്കുന്നത്. അതിനുശേഷം ഇന്നലെ വൈകിട്ടോടുകൂടി കുറച്ചുകൂടി ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ട് എന്ന് അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ നിലവിൽ എങ്ങനെയാണോ ആരോഗ്യസ്ഥിതി അതേ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ്. വെന്റിലേറ്ററിന്റെ സഹായത്താൽ തന്നെ ഇപ്പോഴും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുന്നത്. ശ്വാസവും ഹൃദയമിടിപ്പും നേരെ വെന്റിലേറ്ററിന്റെ സഹായം അല്ലാതെ എടുപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തുടരുന്നുണ്ട്. ഇന്ന് ചില പോസിറ്റീവ് സൈനുകൾ കാണിച്ചു. അതായത് കൺപീലികൾ എല്ലാം ചെറിയ അനക്കമുണ്ടായിരുന്നു. ഒപ്പം നാവ് അനങ്ങി എന്നാണ് ചുണ്ടുകൾക്ക് ചെറിയ അനക്കം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്തായാലും പരിശോധനകൾ തുടരും. നാളെ ആയിരിക്കും വീണ്ടും ഡോക്ടർമാർ യോഗം ചേരുന്നത്. 4 വിഭാഗങ്ങൾ ചേർന്നാണ് പരിശോധനാ കാര്യങ്ങളും ചികിത്സാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെയിൻ ഇപ്പോഴും ആക്റ്റീവാണ് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് ഘടകം. എസ്കേൻ. VS അച്യുതാനന്ദൻ്റെ മകൻ V അരുൺകുമാറിൻ്റെ IHRD ഡയറക്ടറായുള്ള നിയമനം അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പദവി VCക്ക് തുല്യമാണെന്ന് കോടതി. V അരുൺകുമാറിൻ്റെ യോഗ്യത പരിശോധിക്കണം. ക്ലറിക്കൽ പദവിയിലിരുന്നയാളെ ഡയറക്ടർ പദവിയിലേക്ക് ഉയർത്തിയത് വളരെ വിചിത്രമായി തോന്നുന്നുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. IHRD ഡയറക്ടറായി V അരുൺകുമാറിനെ നിയമിച്ച ഘട്ടം മുതൽ തന്നെ വലിയ വിവാദമായിരുന്നു. പിന്നാലെയാണ് നിലവിലെ ടെക്നിക്കൽ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ സർവകലാശാല ഡീൻ വിനു തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട്. നിലവിൽ ആ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. ചില നിരീക്ഷണങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. V അരുൺകുമാറിന്റെ യോഗ്യത പരിശോധിക്കണം. 7 വർഷമാണ് UGC നിയമപ്രകാരം ഇത്തരത്തിൽ ഈ ഡയറക്ടറാകാനുള്ള യോഗ്യത, അധ്യാപന യോഗ്യത വേണം. പക്ഷേ അതിവിടെ കാണുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകനായതിനാൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം, മുൻ മുഖ്യമന്ത്രിയുടെ മകനായതിനാൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ നേടിയതാണോ ഇതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. വളരെ വിചിത്രമായി ഈ നിയമനത്തെ തോന്നുന്നു എന്നാണ് കോടതിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു നിരീക്ഷണം. വിഷയത്തിൽ വിശദമായൊരു പരിശോധനയിലേക്ക് കോടതി കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജസ്റ്റിസ് DK സിംഗിന്റെ ബെഞ്ചാണ് V അരുൺകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്.
മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഞായറാഴ്ച മുതൽ മഴയുടെ തീവ്രത കുറയാനും സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. സലീം അലി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലീം, ഈ നാളെ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? കഠിനമായ മഴ പെയ്യും, കടുത്ത മഴ ഉണ്ടാകുമെന്ന് തന്നെയാണോ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്? SKN നാളെ കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നാളെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 5 ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റന്നാളും ചില ജില്ലകളിൽ മഴ തുടരും, ശക്തമായ മഴ തുടരും എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. എന്നാൽ അതിനുശേഷം മറ്റന്നാൾ കഴിഞ്ഞാൽ പിന്നീട് സംസ്ഥാനത്ത് മഴയുടെ അളവ് കുറയും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ ഈ കാലവർഷത്തിന്റെ 2ാം സെഷനിൽ അതിശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം ലഭിച്ചതിന് സമാനമായി തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. മറ്റന്നാൾ കൂടി കഴിഞ്ഞതിന് ശേഷം ആ മഴയുടെ തോതിൻ്റേതുൾപ്പെടെയുള്ള കണക്കെടുപ്പ് കൂടി ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല വിവിധയിടങ്ങളിൽ അതിശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നഷ്ടത്തിന്റെ കണക്കുകൾ ഉൾപ്പെടെ റവന്യൂ വകുപ്പ് വിലയിരുത്തുകയാണ്. നാളെ കൂടി കഴിഞ്ഞതിന് ശേഷമേ ആ കണക്കെടുപ്പിൽ പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും നിലവിൽ നാളെ മുഴുവൻ ജില്ലകളിലും, ഇന്ന് 12 ജില്ലകളിലായിരുന്നു മഴ മുന്നറിയിപ്പെങ്കിൽ നാളെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിശക്തമായ മഴയ്ക്കാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സാധ്യത കൽപ്പിക്കുന്നത്. SKN. ഓക്കെ, നമുക്കൊപ്പം ചേർന്ന് സലീം അലിക്കാണ്. സുരേന്ദ്രൻ കുമാരപുരം ചോദിക്കുന്നു, VSനെ കാണാൻ പോയിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അദ്ദേഹം വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്ററിൽ അവിടെയൊക്കെ ICU വെന്റിലേറ്റർ ഈ ഏരിയയിലൊന്നും ആളുകൾക്ക് കടക്കാൻ കഴിയില്ല. അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ബന്ധുക്കളോട് സംസാരിച്ച് മടങ്ങാം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ICU പോലുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മൾ കടക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാര്യം നമ്മൾ ഈ പുറത്തുനിന്ന് ചെല്ലുന്ന ആളുകൾക്ക് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിയും, അലവസരപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനൊക്കെ നമുക്ക് പറ്റും. അതുകൊണ്ട് പരമാവധി ICU പോയി രോഗികളെ കാണുന്നതിൽ നിന്ന് ആളുകൾ വിട്ടു നിൽക്കണം. അടിയന്തരമായ സാഹചര്യമുള്ള സ്ഥലത്തേക്ക് നമ്മൾ കയറരുത്. ബന്ധുക്കളെ കണ്ട് മടങ്ങുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒറ്റപ്പെട്ട കനത്ത മഴ സാധ്യത നാളെ ഉള്ളതുകൊണ്ട് ശനിയാഴ്ച ക്ലാസ് വയ്ക്കേണ്ട കാര്യമില്ലെന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം കൊടുത്തായി വിവരം ലഭിക്കുന്നു. അതുപോലെ പീച്ചി ഡാം നാളെ തുറക്കുമെന്ന് സൂരജ് സജ്ജി റിപ്പോർട്ട് ചെയ്യുന്നു. പീച്ചി ഡാമിൻ്റെ ഷട്ടർ നാളെ ഉയർത്തും. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുന്നു. മഴ മൂലം പീച്ചി ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചതുകൊണ്ടാണ് ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി നാളെ രാവിലെ 11 മണി മുതൽ 4 ഷട്ടറുകളും 4 ഇഞ്ച് വീതം ഉയർത്തും എന്ന് പറയുന്നത്. മണിപ്പുഴയിലേക്ക് വെള്ളം ഒഴുക്കും. മണലി, കരുവന്നൂർ പുഴകളിലെ നിലവിലെ ജലനിരപ്പ് പരമാവധി 30 സെൻറ്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135 അടിയായി. സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കുമെന്ന് രാഹുൽ വിജയന്റെ റിപ്പോർട്ട്. SKN മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ 135.30 അടിയായി ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് അത് കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. രാവിലെ 5800 ഘനയടി വെള്ളമാണ് സെക്കൻഡിൽ ഒഴുകിയെത്തിയിരുന്നതെങ്കിൽ നിലവിൽ 3800 ഘനയടി വെള്ളം മാത്രമേ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുള്ളൂ. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തൊക്കെ ആ മഴ മാറി നിൽക്കുകയാണ്. മാത്രമല്ല തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 2050 ഘനയടിയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയരുകയാണ് എങ്കിൽ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് പെരിയാറിലേക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് തമിഴ്നാട് നേരത്തെ തന്നെ കേരളത്തെ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടം അതിനുവേണ്ട സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം ഒഴുകി ആദ്യം എത്തുന്ന മഞ്ചുമല, അതുപോലെ തന്നെ ആറ്റോരം, വണ്ടിപ്പെരിയാർ, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ എന്നിവിടങ്ങളിലൊക്കെ ഈ പുഴയോട് ചേർന്ന് താമസിക്കുന്ന, പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടമുണ്ടായാൽ മാറി താമസിക്കണം, ക്യാമ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. മഴ പൊതുവെ മാറി നിൽക്കുകയാണ്. പീരുമേടിൽ ചെറിയ തോതിലെങ്കിലും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അത് ആശങ്കപ്പെടുന്ന അളവിലേക്ക് പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തില്ല എന്നുള്ളതാണ് നിലവിലെ കണക്കുകൂട്ടൽ. എന്നിരുന്നാലും എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കൂടുന്നതനുസരിച്ച് വെള്ളം തുറന്നു വിടുകയായിരിക്കും ചെയ്യുക. കാരണം 136 അടിക്ക് മുകളിലേക്ക് എത്തിയാൽ മാത്രമേ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും സാഹചര്യത്തിൽ കനത്ത മഴയാണെങ്കിൽ മാത്രമേ അനിയന്ത്രിതമായി വെള്ളം
പുറത്തേക്ക് ഒഴുകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ പെരിയാറിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിൽ മുല്ലപ്പെരിയാർ. രാഹുൽ വിജയനാണ് വിവരങ്ങൾ തന്നിരിക്കുന്നത്. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് പാലക്കാട് മലമ്പുഴ ഡാം ഇന്ന് തുറന്നു. മലമ്പുഴ ഡാമിൻ്റെ 4 ഷട്ടറുകൾ തുറന്നു. നദീതീരങ്ങളിലുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം അയച്ചിട്ടുണ്ട്. ഷൊർണൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം ഈ പ്രദേശങ്ങളിലുള്ള പ്രത്യേകിച്ചും ഭാരതപ്പുഴയിൽ ഒരുപക്ഷെ ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ഇരുകരകളും താമസിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ പട്ടാമ്പി, ഒറ്റപ്പാലം, അതുപോലെ ഷൊർണൂർ ഈ ഭാഗങ്ങളിലെ ഉള്ള സ്ഥലങ്ങളിലാണല്ലോ ചെറിയൊരു ഭീഷണി വന്നത്. അവിടെ എങ്ങനെയായിരുന്നു ജലനിരപ്പ് ഉയർന്നതിന് ശേഷമുള്ള സ്ഥിതിവിശേഷം? തീർച്ചയായും എസ്കെൻ, ജലനിരപ്പ് കാര്യമായ രീതിയിൽ ഉയർന്നിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ കാര്യമായ രീതിയിലുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡാമിലെ വെള്ളം മാത്രമായിരുന്നു ഈ ഭാരതപ്പുഴയിലേക്കും അതുപോലെ തന്നെ ഗായത്രി പുഴയിലേക്കും ഒക്കെ എത്തിയിരുന്നത്. സാധാരണ പട്ടാമ്പി പാലത്തിന് മുകളിലേക്കൊക്കെ ശക്തമായ മഴ പെയ്താൽ വെള്ളം പോകുന്നതാണ്. എന്തായാലും ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ കര കവിഞ്ഞൊഴുകുകയാണ്. എല്ലാ മേഖലകളിലേക്കും, ചെറിയ ഇടങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ തീരത്തോട് ചേർന്ന് വെള്ളം കയറിയിട്ടുണ്ട്. ജാഗ്രത നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. 111.6 എന്ന 111.24 എന്ന ഒരു ജലനിരപ്പിലെത്തിയപ്പോഴാണ് ഇപ്പോൾ മലമ്പുഴ ഡാമിൽ 5 സെന്റിമീറ്റർ വീതം 4 ഷട്ടറുകൾ ഉയർത്തി വെള്ളം തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നത്. മീൻ പിടിക്കാൻ പോകരുത്, അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കരുത് എന്ന കർശനമായ നിർദ്ദേശങ്ങളുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ല. പക്ഷേ ഇപ്പോഴും ആകാശം കാർമേഘാവൃതമാണ്. രാത്രി ഒരുപക്ഷെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഇൻഫ്ലോ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഷട്ടറുകൾ ഒരു 5 സെന്റിമീറ്റർ കൂടി ഉയർത്തേണ്ടി വരും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ നിലവിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. തീരത്തുള്ളവർ, ഭാരതപ്പുഴയുടെയും ഗായത്രി പുഴയുടെയും ഒക്കെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. എസ്കെൻ. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് വയനാട് ബാണാസുര സാഗർ ഡാമും ഇന്ന് തുറന്നു. കാരമന്തോട്, പനമരംപുഴ, കബനിപ്പുഴ എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ്. പറയൂ സുർജിത്ത്. ബാണാസുര സാഗർ ഡാം തുറന്നുവിട്ട ശേഷം മഴപ്പെയ്ത്തിൽ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ചാറ്റൽ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ രാത്രിയിൽ അതിതീവ്രമായ രീതിയിൽ മഴ പെയ്താൽ മാത്രമേ കൂടുതൽ ഇടങ്ങളിലേക്ക് വെള്ളക്കെട്ട് വ്യാപിക്കുകയുള്ളൂ എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതിയില്ല. പനമരം പുഴയിലേക്കാണ് ഈ കരമാൻതോട് വഴി വെള്ളം എത്തിച്ചേരുക. അവിടെ നിന്നും നേരെ കബനിപ്പുഴയിലേക്ക് വെള്ളം എത്തിച്ചേരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ കബനിയിൽ നീരൊഴുക്ക് കൂടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നൊഴിച്ചാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഇന്ന് 10 സെന്റിമീറ്റർ ഒരു ഷട്ടറാണ് ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഉയർത്തിയിരിക്കുന്നത്. 768 മീറ്ററിലാണ് റെഡ് അലേർട്ട്. ഇത് 1.5 മീറ്റർ കൂടി അധികമാണ്. അതായത് 769.50 മീറ്റർ വെള്ളമുണ്ട്. ആ സാഹചര്യത്തിലാണ് നീരൊഴുക്കി വിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ ഒരു തരത്തിലുള്ള അത്തരത്തിൽ ഈ ബാണാസുര സാഗർ തുറന്നുമായി ബന്ധപ്പെട്ട ആശങ്ക നിലനിൽക്കുന്നില്ല. പക്ഷേ ചില പ്രദേശങ്ങളിലെങ്കിലും വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്ന ഒരവസ്ഥയുണ്ട്. ഈ വെണ്ണിയോട് ഭാഗത്തൊക്കെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. കുറുമണി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനെ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒപ്പം തന്നെ ഈ മണിയങ്കോട് നിന്നും നേരെ ഈ കോട്ടത്തറ ഭാഗത്തേക്കും ഒപ്പം തന്നെ കമ്പളക്കാട് ഭാഗത്തേക്കും എല്ലാം തന്നെ പോകുന്ന പാത ഇപ്പോഴും പൂർണ്ണമായും വെള്ളം ഒഴിവാകാത്ത ഒരവസ്ഥയുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. പുളിഞ്ഞാൽ മേഖലയിൽ അത് ഒരു റോഡിൽ ഗർത്തം രൂപപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് സമീപത്തുള്ള ആദിവാസി ഉന്നതിയിലെ ആളുകളെ എല്ലാം തന്നെ മാറ്റുന്ന ഒരു നടപടി നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. കല്ലൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുഴങ്കനി ഉന്നതിയിലെ കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിലിപ്പോൾ മഴപ്പെയ്ത്തിന് വലിയ രീതിയിലുള്ള ശമനമുണ്ട്. പലയിടങ്ങളിലും ചാറ്റൽ മഴയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കയില്ല, ആശങ്ക വേണ്ട എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഉദ്യോഗസ്ഥ സ്ഥലത്തിലെല്ലാം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ മഴപ്പെയ്ത്തിൽ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ട്. കനത്ത മഴയിൽ നീരൊഴുക്ക് കൂടിയതിനാൽ തൃശ്ശൂരിലെ പീച്ചി ഡാമിൻ്റെ ഷട്ടർ നാളെ ഉയർത്തും.
മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ അറിയിക്കുന്നു. ഇപ്പോൾ സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, വിവരം. തൃശ്ശൂരിൽ മഴ ശക്തമായി തന്നെ പെയ്യുകയാണ്. ഇപ്പോൾ പകൽ വിട്ടുനിന്ന മഴ രാത്രിയോടുകൂടി വീണ്ടും ശക്തിപ്പെടുകയാണ്. ഈ പീച്ചി ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഡാം തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി ഡാമിന്റെ 4 ഷട്ടറുകൾ 4 ഇഞ്ച് വീതം ഉയർത്തും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിക്കുന്നത്. മണലിപ്പുഴ അതോടൊപ്പം തന്നെ കരുവന്നൂർ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. നിലവിൽ ഉള്ള ജലനിരപ്പിൽ നിന്നും പരമാവധി 30 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു സൂരജ് സജി. തൃശൂർ കൊടകരയിൽ കെട്ടിടം തകർന്നതിന് പിന്നാലെ കുന്നംകുളത്തും കെട്ടിടം തകർന്നു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലാണ് കാലപ്പഴക്കമുള്ള ഇരുനില കെട്ടിടം തകർന്നു വീണത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. പറയൂ സൂരജ്. കുന്നംകുളത്ത് കെട്ടിടം തകർന്ന മേഖലയിലാണ് നമ്മളുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് കരുതുന്നു. ഇന്ന് രാവിലെയാണ് ഈ കൊടകരയിൽ ആദ്യ കെട്ടിടം തകരുന്ന, അവിടെ 3 പേരുടെ ജീവൻ തന്നെ കെട്ടിടം തകർന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന കുന്നംകുളത്തുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. വലിയ കെട്ടിടമാണ്, അതായത് ഇരുനില കെട്ടിടമാണ്. എത്രമാത്രം നീളമുണ്ട് ആ കെട്ടിടത്തിനെന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പ്രത്യേകിച്ചത് കുന്നംകുളം വടക്കാഞ്ചേരി റോഡാണ്. ആ റോഡിൽ ഉള്ള കെട്ടിടമാണ് തകർന്നിരിക്കുന്നത്. ഓടും ഷീറ്റും മേഞ്ഞ കെട്ടിടമായിരുന്നു. ആ കെട്ടിടം ഈ കനത്ത മഴയിൽ നിലം പൊത്തുകയായിരുന്നു. അതിന്റെ മുൻഭാഗമാണ് തകർന്നു വീണിരിക്കുന്നത്. ഒത്തിരി ആളുകൾ പോകുന്ന മേഖലയാണ്. ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും എല്ലാം നേതൃത്വത്തിൽ വലിയ രക്ഷാപ്രവർത്തനം. സാറേ, എന്താ സംഭവിച്ചതെന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്? വിശദമായ വിവരങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ വലിയ ഷീറ്റാണ്, അത് ഈ മുൻവശത്തുണ്ടായിരുന്ന മേൽക്കൂരയാണ്. ആ മേൽക്കൂര എടുത്തുയർത്താനുള്ള ശ്രമമാണ്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അവരുടെ എല്ലാം നേതൃത്വത്തിൽ വലിയ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു. ഇവിടെ പൊതുപ്രവർത്തകർ അടക്കം എത്തിയിട്ടുണ്ട്, നാട്ടുകാരുണ്ട്. അവരുടെ എല്ലാം നേതൃത്വത്തിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രദേശവാസി കൂടി ചേരും. എന്താണ് സംഭവിച്ചതെന്നാണ് കണക്കൂട്ടുന്നത്? ഇത് രാവിലെ ഒരു 5:30 മണിയോട് കൂടിയിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. വൈകുന്നേരം 5:30 മണിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു 10-12 കടയുള്ള ഒരു ബിൽഡിംഗ് ആണ്. സൈഡിലെ മതിലെ തള്ളിപ്പോയിരിക്കുകയാണ് മുകൾ ഭാഗത്തുനിന്ന്. അതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം പെട്ടെന്ന് ഫ്രണ്ട് ഇടിഞ്ഞു വീഴാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് വ്യാപാര സ്ഥാപനമുള്ളത് കൊണ്ട് ഒരുപാട് നഷ്ടം കൂടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താലൂക്കിൽ പിന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇതിന് വേണ്ട ഒരു സഹായങ്ങളും വ്യാപാരികൾക്ക് വന്ന ഡാമേജിന്, ചേംബർ ഓഫ് കോമേഴ്സിന് വന്ന ഡാമേജിന് അതിൽ സഹായം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അധികാരികൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കെട്ടിടത്തിന്റെ ഡാമേജെല്ലാം തിരുത്തി അത് പുനരുദ്ധരിക്കാനുള്ള ഒരു സംരംഭം ഉണ്ടാവണം. ഒരു മേലിംഗ് ഇതേമാതിരിയുള്ള അപകടങ്ങൾ വരാണ്ടിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടാവണം. ഇത് തന്നെയാണ്, അതായത് ഇത് ഒരു കാലപ്പഴക്കമുള്ള കെട്ടിടമായിരുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ മഴ, ആ മഴയിലാണ് ഈ കെട്ടിടം തകർന്നിരിക്കുന്നത്. എന്തായാലും മുഴുവായത് വലിയ ദുരന്തമാണ്. അതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ അടക്കമുള്ള. കോഴിക്കോട് തൊഴിലുറപ്പ് തൊഴിലാളികളെ തെരുവ് നായ ആക്രമിച്ചു. തോട്ടിൽപ്പാലം ഓടേരിപ്പായിലിൽ ആക്രമണമുണ്ടായി, 2 പേർക്ക് പരിക്കേറ്റു. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ദീപക്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? താങ്ക് യു എസ് കെ. ഒരു പ്രദേശത്ത് ഭീതി പരത്തുന്ന വിധത്തിലുള്ള തെരുവുനായയുടെ ആക്രമണം, അതായത് ഒരു വിചിത്രമായ സംഭവം. ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയെ ആദ്യം ആക്രമിക്കുന്നു. ശൈലജ തൊഴിലുറപ്പ് തൊഴിൽ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് യാത്രയിലാണ്. യാത്രക്കിടയിലാണ് ശൈലജയെ, വളയംകൊട്ടുമൽ ശൈലജയെ ഈ തൊട്ടിൽപ്പാലത്തെ ഒടേരിപ്പൊയിൽ വെച്ചാണ് ആക്രമിക്കുന്നത്. ഇത് കഴിഞ്ഞ് മറ്റൊരു തൊഴിലുറപ്പ് തൊഴിലാളിയെ 1.5 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഇതേ തെരുവുനായ തന്നെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു അക്രമകാരിയായ തെരുവുനായയാണ് എന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. രണ്ടാമത് ആക്രമിച്ചത് നാരായണി എന്ന പേരിലുള്ള മറ്റൊരു തൊഴിലാളിയാണ്. അതായത് ഒരു പ്രദേശത്താകെ ഭീതി പരത്തിക്കൊണ്ട് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ 2 പേരെ ഈ 1.5 കിലോമീറ്റർ ദൂരത്തിൽ ആദ്യം ഒരാളെ ആക്രമിക്കുന്നു, അത് കഴിഞ്ഞ് മറ്റൊരാളെ ആക്രമിക്കുന്നു. അതായത് ഒരു പ്രദേശത്താകെ ഭീതി പരത്തിക്കൊണ്ട് ഈ തെരുവ് നായയുടെ ആക്രമണ യാത്ര നടന്നു 1.5 കിലോമീറ്ററോളം എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് പ്രാദേശികമായ വിവരം ലഭിച്ചിരിക്കുന്നത്. 2 പേർക്കും അപകട നിലയിലല്ല, 2 പേർക്കും കാലിന് മുട്ടിന് താഴെയാണ് ആക്രമണം നടന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ജീവനപായമോ മറ്റൊന്നും തന്നെയില്ല. ഇവർ 2 പേരും ഇപ്പോൾ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ വാക്സിൻ എടുത്തുകൊണ്ടുള്ള ചികിത്സയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. എസ് കെ, ഏതായാലും ആ പ്രദേശത്ത് ഇതാകെ ഭീതി പരത്തിയിട്ടുണ്ട്. എസ് കെ, താങ്ക് യു. ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്. PV അൻവറിന് മുന്നിൽ UDF വാതിൽ തുറക്കേണ്ട എന്ന നിലപാടിന് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ പിന്തുണ കിട്ടി. അൻവറിനെ മുന്നണിയിൽ എടുക്കണമെന്ന് K. സുധാകരൻ ആവശ്യപ്പെട്ടെങ്കിലും നേതാക്കൾ അതിനെ എതിർത്തു. വിവാദ പരാമർശങ്ങളിൽ ഡോക്ടർ ശശി തരൂർ MP ക്കെതിരെ വിമർശനവും ഇന്നുണ്ടായി.
നിലമ്പൂർ വിജയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദം ചർച്ചയായി. PV അൻവറിനെ UDF-ൽ എടുക്കണമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ ഓൺലൈനായി പങ്കെടുത്ത K. സുധാകരൻ. അൻവറിന്റെ സഹായമില്ലാതെയാണ് നിലമ്പൂരിൽ ജയിച്ചതെന്ന വാദമാണ് മറ്റു നേതാക്കൾ ഉയർത്തിയത്. നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയ ഡോക്ടർ ശശി തരൂർ MPയുടെ വിവാദ പ്രസ്താവനകളും യോഗത്തിൽ ചർച്ചയായി. നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ആശയക്കുഴപ്പമുണ്ടാക്കാതെ തരൂരിനെ ചേർത്ത് നിർത്തണമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നിലപാട്. നിലമ്പൂർ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കെന്ന തർക്കം പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുമെന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നു. ക്രെഡിറ്റ് ചർച്ച ചെയ്യുന്നവർ മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയിയെ മാതൃകയാക്കണമെന്ന് KC വേണുഗോപാൽ യോഗത്തിൽ പറഞ്ഞു. മേജർ ക്യാപ്റ്റൻ വിവാദത്തിൽ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ: ഞാൻ സാധാരണ പട്ടാളക്കാരനാ. ഇതിനിടെ ക്രെഡിറ്റ് വിവാദത്തിൽ രമേശ് ചെന്നിത്തലയെ വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തി. അതുകൊണ്ട് അനാവശ്യമായ ഒരു വിവാദത്തിന് ആരും മുതിരാൻ പാടില്ല. മുതിർന്നാൽ ഞാൻ പലതും കണ്ടിട്ട് അനങ്ങാതിരിക്കുകയാണ്. ഇനി ഇത്തരം പ്രവണതകൾ കോൺഗ്രസിൽ വന്നാൽ ഞങ്ങളുമൊക്കെ അഭിപ്രായം പറയേണ്ടി വരും. പറയിപ്പിക്കാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. വേഗത്തിൽ പുനഃസംഘടന വേണമെന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു വിഭാഗം വാദിച്ചു. പുനഃസംഘടന തൽക്കാലം വേണ്ടെന്ന നിലപാടായിരുന്നു ചില നേതാക്കൾക്ക്. 24 തിരുവനന്തപുരം. കേരള കോൺഗ്രസിനെ UDF-ലേക്ക് ക്ഷണിച്ച UDF കൺവീനർ അടൂർ പ്രകാശിന് റോഷി അഗസ്റ്റിന്റെ മറുപടി. കേരള കോൺഗ്രസ് ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കും. UDF വിപുലീകരിക്കുന്നത് കേരള കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അജണ്ടയും തീരുമാനവും കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് പാർട്ടി ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടൊപ്പമാണ്. ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു മാറ്റവും വരേണ്ട അന്തരീക്ഷം ഇന്നില്ലെന്ന് മാത്രമല്ല, നിലപാടുകൾ എന്നും ഉറച്ചു നിന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് കേരള കോൺഗ്രസിനുള്ളത്. ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് ചർച്ചയില്ലിപ്പോൾ. വിസ്മയപ്പെടുത്തുന്ന രീതിയിൽ UDF അടിത്തറ വിപുലമാക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശനത്തിന് ഇങ്ങനെ മറുപടി. എന്ത് വിസ്മയാന്ന് എനിക്ക് മനസ്സിലായില്ല. തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളല്ല. പ്രതിപക്ഷ നേതാവ് ഞാൻ ഒരുമിച്ച് നിയമസഭ വന്നതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 10-25 വർഷത്തെ പഴക്കവും തടക്കവും ഉണ്ട് ആ കാര്യത്തിൽ. അദ്ദേഹം ഉടനെ ആലോചിച്ച് പറയുന്ന ആളാണല്ലോ. അദ്ദേഹം അങ്ങനെ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, VD സതീശൻ അർത്ഥം വെച്ച് തന്നെയാണോ ഇത് പറഞ്ഞത്? മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്ന പോലെ തീർച്ചയായും SKN കൃത്യമായി UDF കൺവീനർക്കും പ്രതിപക്ഷ നേതാവിനും വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തള്ളിക്കൊണ്ടോ തന്നെയാണ് റോഷി അഗസ്റ്റിന്റെ ഇപ്പോഴത്തെ പരാമർശം 24-നോട് നടത്തിയിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വലിയ വിജയത്തിന് പിന്നാലെയാണ് UDF നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും UDF കൺവീനറും UDFന്റെ വിപുലീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതിൽ ഒരു പടി കൂടി കടന്ന് UDF കൺവീനർ ഈ കേരള കോൺഗ്രസിനെ UDF-ലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്തായാലും ആ ക്ഷണം പൂർണ്ണമായി ഇപ്പോൾ റോഷി അഗസ്റ്റിൻ നിരസിക്കുകയാണ്. അത്തരത്തിൽ ഇപ്പോൾ ഒരു ചർച്ചയും നടക്കുന്നില്ല. നിലവിൽ UDF-ൽ പോകേണ്ട ഒരു സാഹചര്യവും കേരള കോൺഗ്രസിനില്ല. കേരള കോൺഗ്രസ് പാർട്ടി LDF-ൽ ഉറച്ചു നിൽക്കും. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാകും അവർ മറ്റു പാർട്ടികളെയെല്ലാം UDF-ലേക്ക് ക്ഷണിക്കുക. എന്തായാലും അതിന്റെ സാഹചര്യമില്ല. ഇന്ന് കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. അതിലും ഈ തീരുമാനത്തിൽ അതായത് LDF-ൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോയത്. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള തീരുമാനവും ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം എടുത്തിരുന്നു. എന്തായാലും ജോസ് കെ മാണിയും സമാന അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. LDF-ൽ ഉറച്ചു നിൽക്കും. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ വിസ്മയമുണ്ടാകും, 2026-ൽ വിസ്മയമുണ്ടാകും എന്നുള്ള പരാമർശത്തെയും അദ്ദേഹം തള്ളുകയാണ്. അത്തരത്തിൽ എന്ത് വിസ്മയമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് തനിക്കറിയില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവ് കൃത്യമായ കാര്യങ്ങൾ പഠിച്ചു പറയുന്നതാണ്. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് തനിക്കറിയില്ല എന്നുള്ള കാര്യമാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. SKN പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ MLA ആയി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലായിരുന്നു ചടങ്ങ് നടന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. 15ാം കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 9 മാസം മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിന് പുതിയ MLA. ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിൽ 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആര്യാടൻ ഷൗക്കത്ത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ MB രാജേഷ്, K രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
ആര്യാടൻ ഷൗക്കത്തിന്റെ കുടുംബവും നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകരും ചടങ്ങ് നേരിൽ കാണാനെത്തി. പിതാവിനെ പോലെ നല്ല നിയമസഭാ സാമാജികനാകുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ആകെ ഈ 8-9 മാസക്കാലമാണ് എൻ്റെ മുന്നിലുള്ളത്. അതിനിടയിൽ അസംബ്ലിയിൽ പരമാവധി അത് അവതരിപ്പിക്കാനൊക്കെയുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. രാവിലെ തിരുവനന്തപുരത്തെത്തിയ ആര്യാടൻ ഷൗക്കത്ത് AK ആന്റണി ഉൾപ്പെടെ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും നേരിൽ കണ്ട് ആശീർവാദം വാങ്ങി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തിരുവനന്തപുരം DCC സ്വീകരണം നൽകി. 24 തിരുവനന്തപുരം. PV അൻവർ വിഷയത്തിൽ ലീഗ് മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം. സംസ്ഥാന കമ്മിറ്റിയിൽ PV അൻവർ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അൻവർ പിടിച്ചത് LDA വോട്ട് മാത്രമാകാനാണ് സാധ്യതയെന്നും PM സലാം പറയുന്നു. കോൺഗ്രസിലെ ക്രെഡിറ്റ് തർക്കത്തിൽ ആർക്കും പട്ടം കൊടുത്തിട്ടില്ലെന്നാണ് PM സലാമിൻ്റെ പ്രതികരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നണി പ്രവേശനമോ പാർട്ടിയുമായി സഹകരിക്കുന്നതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ടുന്ന സമയത്ത് UDFൽ ചർച്ച വരികയാണെങ്കിൽ പാർട്ടിയുടെ അഭിപ്രായം രേഖപ്പെടുത്താമെന്നതല്ലാതെ അത് സംബന്ധിച്ച പ്രത്യേക ചർച്ച ഈ യോഗത്തിലുണ്ടായിട്ടില്ല. അല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇപ്പോൾ എന്ത് ഫാക്ടറാണ് ഉള്ളത്? മുസ്ലിം ലീഗ് ക്ലാസ് എടുക്കുന്നു, മുസ്ലിം ലീഗ് മധ്യസ്ഥ വഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയാണ്. അത് ഞങ്ങളെ പിന്നെ തല്ലിൽ വെച്ച് കെട്ടണ്ട. അല്ല, അതിന് ഞങ്ങളങ്ങനെ ആർക്കും പട്ടം കൊടുത്തില്ലല്ലോ. ഞങ്ങളാർക്കും പട്ടം കൊടുത്തിട്ടില്ല. അങ്ങനെ പട്ടം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ ചേരുന്നു. ബിപിൻ സി വിജയൻ, ശരിക്കും PV അൻവറിൻ്റെ കാര്യം ഇനി പറയേണ്ട ആവശ്യകത തോന്നുന്നില്ല എന്നതാണോ ലീഗിൻ്റെ ഇപ്പോഴത്തെ നിലപാട്? അതേ SKN, അതിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടി എത്തിയിരിക്കുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്തിയത് മുസ്ലിം ലീഗാണ്. ഇപ്പോൾ UDF ഏത് തീരുമാനമെടുക്കുന്നോ അതിനൊപ്പം നിൽക്കാം എന്നുള്ളതാണ് മുസ്ലിം ലീഗിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു ധാരണയുള്ളത്. ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി മലപ്പുറത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം മാധ്യമങ്ങളെ കണ്ടത്. പ്രധാനമായും പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സ്വതന്ത്രന്മാർ ഉയർന്നു വരും, അപ്പോൾ അത് ചർച്ച ചെയ്യും. ആ വിഷയം കഴിഞ്ഞിരിക്കുന്നു, ഇനി അതൊരു ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതിലേക്ക് എത്തിയിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടറാണോ എന്നുള്ള ചോദ്യത്തിന് SDPI പോലെ BJP പോലെ PV അൻവറും വോട്ട് പിടിച്ചു. PV അൻവർ ആ രീതിക്ക് ഒരു ഫാക്ടറായി എന്നുള്ളത് മാത്രമാണ് ഒരു മറുപടി ഉള്ളത്. ഒരു തരത്തിലും ലീഗ് മധ്യസ്ഥ വഹിച്ചിട്ടില്ല. അത് തങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളത് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ വീട്ടിൽ വന്ന് കണ്ടിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് അങ്ങനെ വരുന്നവർക്ക് ചായ കൊടുത്ത് സൽക്കരിച്ച് വിടും എന്നുള്ളത് മാത്രമാണ് മറുപടി ഉള്ളത്. ലീഗ് ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. കാരണം UDFൽ VD സതീശൻ പറയുന്നതിനെ കുറച്ചുകൂടി ഒരു പിന്തുണയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഇനി ഈ വിഷയവുമായി മുന്നോട്ട് പോകേണ്ടതില്ല. അത് UDF തീരുമാനിക്കട്ടെ, പ്രത്യേകിച്ച് കോൺഗ്രസ് അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എടുക്കട്ടെ എന്നുള്ളതിലേക്കാണ് പ്രധാനമായും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോൺഗ്രസിലെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രെഡിറ്റ് തർക്കത്തിൽ ഒപ്പം തന്നെ ഈ ആരാണ് മേജർ ആരാണ് ക്യാപ്റ്റൻ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ആർക്കും ഒരു പട്ടവും കൊടുത്തിട്ടില്ല, ഞങ്ങൾ എല്ലാവരും തന്നെ UDFനെ സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത്. പ്രൈം ടൈം തുടരുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ ഘടകമായിരുന്നുവെന്ന് CPM പാർട്ടി തിരുത്തുന്നു. പാർട്ടി വോട്ടുകളും അൻവർ പിടിച്ചെന്ന് വിലയിരുത്തിയാണ് മുൻ നിലപാടിൽ നിന്ന് ചില്ലറ മാറ്റം വരുത്തുന്നത്. RSS സഹകരണ പരാമർശത്തിൽ മുഖ്യമന്ത്രിയോ പാർട്ടി കമ്മിറ്റികളോ തന്നെ വിമർശിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചു. തെറ്റായ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറയുന്നു. PV അൻവർ നിലമ്പൂരിൽ ഒരു ഘടകമേ അല്ലെന്നായിരുന്നു പ്രചാരണ ഘട്ടത്തിൽ CPIMന്റെ നിലപാട്. എന്നാൽ ഫലം പുറത്തു വന്നതോടെ നിലപാട് തിരുത്തുകയാണ്. MLAയുടേതായ പ്രവർത്തനമാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമം അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അല്ല, അൻവറിന് കുറേ വോട്ട് പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ കുറച്ചധികം പിടിച്ചു എന്നാണ് നമ്മൾ കണ്ടത്. ഘടകമായിരുന്നു. അല്ല, ഞങ്ങളുടെ വോട്ട് പിടിച്ചിട്ടുണ്ട് കുറച്ച്. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി സഹകരിച്ചിട്ടുണ്ടെന്ന പ്രസ്താവനയിൽ തനിക്കെതിരെ വിമർശനം നടന്നുവെന്ന വാർത്ത MV ഗോവിന്ദൻ നിഷേധിച്ചു. പാർട്ടി സെക്രട്ടറിക്കെതിരായ ആക്രമണം പാർട്ടിക്കെതിരായ ആക്രമണമാണെന്നും MV ഗോവിന്ദൻ. എനിക്കെതിരായ ഒരു പരാമർശവും സഖാവ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സത്യവിരുദ്ധമായ ഒന്നാണ്. തെറ്റായ വാർത്തക്കെതിരായ ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ്. നിലമ്പൂരിലെ സംഘടനാ പ്രശ്നങ്ങളിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. 24 തിരുവനന്തപുരം.
ഇനിയൊരു പുരസ്കാരത്തിൻ്റെ വാർത്തയിലേക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ 2023 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കെ കുഞ്ഞികൃഷ്ണന്. ടെലിവിഷൻ രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകുക. 2 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. മലയാള ടെലിവിഷൻ സംപ്രേഷണത്തിന് അടിത്തറ പാകിയ വ്യക്തിയാണ് കെ കുഞ്ഞികൃഷ്ണനെന്ന് ജൂറി പറഞ്ഞു. ബൈജു ചന്ദ്രൻ ചെയർമാനും ടെലിവിഷൻ പ്രോഗ്രാം ഡോക്യുമെൻ്ററി സംവിധായകരായ ഡയാന സിൽവസ്റ്റർ, മോഹൻകുമാർ കല്ലായിൽ എന്നിവർ അംഗങ്ങളും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് മെമ്പർ സെക്രട്ടറിയുമായ ജൂറിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്ത്. കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ദൂരദർശൻ സംപ്രേഷണം ആരംഭിച്ചത് മുതൽ കുറച്ച് അധികം കാലം അദ്ദേഹം ദൂരദർശൻ ഡയറക്ടറായിരുന്നു. തിരുവനന്തപുരം ദൂരദർശൻ കുടപ്പനക്കുന്ന് ജനങ്ങളുടെ ശ്രദ്ധ നേടാൻ നല്ല പരിപാടികൾ അവതരിപ്പിക്കാൻ ഒരുപാട് പേർക്ക് മാർഗ്ഗദീപമായി കെ കുഞ്ഞികൃഷ്ണൻ. അവസാനം അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായിട്ടാണ് വിരമിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് വിശ്രമകാലത്ത് നല്ലൊരു പുരസ്കാരം ലഭിക്കുന്നു. സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ അംഗീകരിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട് നന്നായി. കുറച്ച് മുമ്പേ ഈ പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തായാലും ശ്രീ കെ കുഞ്ഞികൃഷ്ണന് ഒരു ആശംസകൾ. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.